ഇന്നത്തെ ഒരു പുതിയ വ്ളോഗ് കണ്ടാലോ? അപ്പോൾ ഇന്ന് വേറൊന്നിനും വേണ്ടിയിട്ടല്ല പറമ്പിലോട്ട് പോകുന്നത്. നമ്മുടെ കൊള്ളിക്കിഴങ്ങ് അതുപോലെ നമ്മുടെ കപ്പക്കിഴങ്ങൊക്കെ പറിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമ്മളിവിടെ കൊള്ളിക്കിഴങ്ങ് എന്നാണ് കേട്ടോ പറയുക. കപ്പക്കിഴങ്ങെന്ന് പൊതുവേ ഞങ്ങൾ പറയാറില്ല. ഞങ്ങളെപ്പോഴും കൊള്ളിക്കിഴങ്ങ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങളിത് പറമ്പിൽ അത്യാവശ്യം നട്ടിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ 2-3 ട്രിപ്പ് പറക്കൽ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഏതായാലും വൈകിട്ടേക്ക് ഒന്നുമില്ല ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ കൊള്ളി ഏതായാലും പറിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ഒരു ചെറിയ കടയായിരുന്നു. അപ്പോൾ എന്തെങ്കിലും കിട്ടുകയെന്ന് വെച്ചാൽ വൈകിട്ടേക്ക് പുഴുങ്ങാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി നട്ടുച്ചയ്ക്ക് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ ഇങ്ങനെ കൊള്ളീനൊന്നിങ്ങനെ തുറന്ന് നോക്കും. അപ്പോൾ എന്തെങ്കിലും കാണാമെന്ന് വെച്ചാൽ മാത്രമേ നമ്മൾ ആ കൊള്ളീനെ പിടിച്ച് പൊക്കാറുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇതുപോലെ സെർച്ച് ചെയ്തപ്പോൾ ഒരു കൊള്ളിക്കിഴങ്ങ് കണ്ടു. അപ്പോൾ ഞങ്ങൾ വേഗം മണ്ണൊക്കെ എടുത്ത് മാറ്റി നോക്കി കേട്ടോ. അപ്പോൾ ഒരു ചെറുതാണ് കിട്ടിയത്. അപ്പം ഞങ്ങളുടെ പ്രതീക്ഷയൊക്കെ പോയി. കാരണം ഈ ചെറുത് വെച്ച് ഞങ്ങൾ എന്ത് ചെയ്യാനാന്നൊക്കെ വരെ ആലോചിച്ച് പോയി കേട്ടോ. അങ്ങനെ ആ ചെറുതിനെ ഏതായാലും പറിച്ചെടുത്തു. ഞങ്ങൾക്ക് വെറുതെ കഴിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് പറിച്ചെടുത്തതാണ്. അപ്പം ഞങ്ങൾ ഈ സൈഡിലും കൂടെ ഒന്ന് മണ്ണൊക്കെ എടുത്ത് നോക്കിയപ്പോഴാണ് ഒരു വേരിൻ്റെ ഇടയിലേക്ക് ഒരെണ്ണം പോയിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ കുഴിച്ച് മിക്കവാറും അപ്പുറത്തെ പറമ്പ് എത്തുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഒരുവിധം കുഴിച്ച് ലാസ്റ്റ് കിട്ടിയിട്ടോ. പിന്നെ ഞങ്ങൾ ഈ കട ഒന്ന് വെട്ടിയെടുത്തപ്പോഴാണ് അതിൻ്റെ അടിയിൽ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു. കണ്ടോ, ഈ സൈഡിൽ ഞങ്ങൾ വെട്ടി. അപ്പോഴാണ് ഒരു വേരിൻ്റെ ഉള്ളിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വലിയ ഏതോ കൊള്ളിയാണെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു. പക്ഷെ അവിടെ വേരായിരുന്നു കേട്ടോ. അങ്ങനെ വേരൊക്കെ പിടിച്ച് പറിക്കാൻ വരെ അമ്മ തയ്യാറായി. ലാസ്റ്റ് ഇടിഞ്ഞൊളിഞ്ഞ് വീഴാഞ്ഞത് ഭാഗ്യം. അപ്പോൾ ഇതിൻ്റെ ഇടയിലേക്ക് പോയിട്ടുള്ളത് കാരണം ഭയങ്കര പണിയായിരുന്നു കേട്ടോ. നമ്മുടെ ഇവിടെ ഇഷ്ടംപോലെ മരങ്ങളുള്ള കാരണം അതിൻ്റെ വേരൊക്കെ ഇങ്ങനെ ഈ കൊള്ളിയുടെ ചുറ്റും ഉണ്ടാവും. ഇത് പേരയുടെ വേരാണ്, അത് കാരണം നല്ല ബലമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരുവിധപ്പെട്ട് ഇതൊക്കെ വലിച്ച് പറിച്ചെടുത്തപ്പോഴാണ് ഒരു കുഞ്ഞ കിഴങ്ങായിരുന്നു കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ വീഴാൻ പോയ ഒരു ഇത്. അങ്ങനെ ഞങ്ങൾ ഒരുവിധം കിട്ടി. ചെറിയ കൊള്ളിക്കിഴങ്ങായിരുന്നു, അതേതായാലും കിട്ടി. പിന്നെ ഞങ്ങൾക്ക് ലാസ്റ്റ് ഒരു വലിയ കൊള്ളിക്കിഴങ്ങ് കിട്ടിയിട്ടു. അത് ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തു നിന്നാണ് കിട്ടിയത്. കാരണം ഒരു കൊള്ളി വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മ ലാസ്റ്റ് ഇതുമെന്ന് 2 ചെറുതേ കിട്ടിയുള്ളൂ ഞങ്ങൾക്ക്. അത് കഷ്ടപ്പെട്ടിട്ടാണ് കിട്ടിയത്. പകുതിയൊക്കെ അമ്മ വെട്ടിയപ്പോൾ പോവുകയും ചെയ്തു കേട്ടോ. അങ്ങനെ 2 കൊള്ളി കണ്ടത് പകുതി ഒടിഞ്ഞു പോയി. അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പോരാൻ നേരത്ത് അമ്മ ഇതൊക്കെ ഒന്ന് വെട്ടി ഒരു കൊള്ളി മാറ്റിയപ്പോഴാണ് അത് സൈഡിൽ കിടന്ന് ഇഷ്ടംപോലെ കൊള്ളി അതും ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് ഇഷ്ടംപോലെ കിട്ടിയിട്ടോ. പുഴുങ്ങാനും അതുപോലെ തന്നെ ഞങ്ങൾ കറി വയ്ക്കും. കടുകൊക്കെ പൊട്ടിച്ചിട്ട് കറി ഉണ്ടാക്കും. അതാണ് അടിപൊളി ടേസ്റ്റ്. നമുക്ക് വെറുതെ കഴിക്കാനും അതുപോലെ തന്നെ എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനാണ്. പുട്ടൊക്കെ ഉണ്ടാക്കുന്നത് അടിപൊളിയായിരിക്കും കേട്ടോ. അങ്ങനെ ഈ കടയും കൂടെ ഞങ്ങളൊന്ന് പറിച്ച് നോക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതിൻ്റെ അടിയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. കുറേ വെട്ടി കുഴിച്ച് പോയി അടിയിലേക്ക്. ഈ കൊള്ളി പറിക്കുന്നതിനുള്ളൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഇതുപോലെ ഇളക്കമില്ലാത്ത മണ്ണാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പണിയാണ് പറിച്ചെടുക്കാനായിട്ട്. കൊള്ളിക്ക് ശരിക്കും വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഇളക്കമുള്ള മണ്ണിലാണെന്ന് വെച്ചാൽ നല്ല അടിപൊളിയായിട്ടുണ്ടാവും. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റ് ഞങ്ങൾക്കൊരു വലിയൊരു കട കിട്ടി. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മണ്ണ് നല്ല ഇളക്കമുള്ളതായിരുന്നു. അത് കാരണം കൊണ്ടാണ് അവിടെ ഇഷ്ടം പോലെ ഉണ്ടായത്. കൊള്ളി നടുമ്പോൾ എപ്പോഴും നല്ല ഇളക്കമുള്ള മണ്ണിൽ വേണം. ഇപ്പം ഞങ്ങളുടെ ഇവിടെയൊക്കെ തറഞ്ഞു കിടക്കുന്ന മണ്ണാണ് കേട്ടോ മിക്കയിടത്തും. അപ്പം ഞങ്ങൾ അത് തന്നെ നല്ല മണ്ണ് നോക്കിയിട്ട് ഏത് സൈഡിലാണെന്ന് വെച്ചാൽ അവിടെയാണ് കൊണ്ട് നടൽ. അപ്പോൾ ഇപ്രാവശ്യം ഈ കല്ല് പോലെ കിടക്കുന്ന മണ്ണിൽ തന്നെ നമുക്ക് അത്യാവശ്യം ഉണ്ടായി കിട്ടും. എന്നാലും നമുക്ക് നല്ല ഇളക്കമുള്ള മണ്ണിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കിഴങ്ങുകൾ ഉണ്ടാവും. നല്ല വലിപ്പത്തിലുണ്ടായിരുന്നു. ഇതവിടെ വീണ് കിടന്നിരുന്ന ഒരു കൊള്ളിയായിരുന്നു. പക്ഷേ അവിടുത്തെ മണ്ണ് നല്ലതായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു വലിയൊരു കിഴങ്ങ് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇത്രയേരം കുഞ്ഞു കിഴങ്ങുകളായിരുന്നു ഇന്ന് കിട്ടിയിരുന്നത്. ഇന്നലെയൊക്കെ നല്ല വലിപ്പമുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു അവിടെ തേടി ഇനിയും ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ അവിടെ വീണ്ടും ഒന്ന് കുഴിച്ച് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ നോക്കിയപ്പോഴാണ് വലിയൊരു കടയും കൂടി ഉണ്ടായിരുന്നു. അതിൽ അത്യാവശ്യം കിഴങ്ങുണ്ടായിരുന്നു കേട്ടോ. നോക്കിയേ, ഞങ്ങൾ പറിച്ചെടുത്തപ്പോൾ അത്യാവശ്യം കണ്ടോ നല്ല വലിപ്പമുള്ള കിഴങ്ങുകളാണ് ഈ പൂഴിമണ്ണിയിൽ ഉണ്ടായിരിക്കുന്നത്. കണ്ടോ, നല്ല ഇളക്കമുള്ള മണ്ണ് കാരണമാണ് അവിടെ ഉണ്ടായി കിട്ടിയത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും നോക്കിയപ്പോൾ അവിടെ ഒരു ചെറിയൊരു കടയും കൂടെ ഞങ്ങൾ കണ്ടു. അപ്പോൾ അതും കൂടെ ഒന്ന് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. കണ്ടോ, നല്ല വലിപ്പമുണ്ട് അത്യാവശ്യം. കണ്ടോ, വലിയ കിഴങ്ങുകളാണ് കിട്ടിയത് 3 ഇത് ചെരിഞ്ഞ് കിടന്നിരുന്നൊരു കടയാണ്. ജസ്റ്റ് ഞങ്ങൾ നട്ടത് പോലും അല്ല, എന്നിട്ട് അത്രയും ഉണ്ടായത് കേട്ടോ. പിന്നെ സൈഡിൽ നിന്നായിട്ട് ഒരെണ്ണം കൂടെ കിട്ടി. അപ്പോൾ അതും കൂടെ ഒന്ന് പറിച്ചെടുത്തു. അതും അത്യാവശ്യം നല്ല വലുപ്പമുള്ള കിഴങ്ങ് തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാതും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി പുഴുങ്ങാനും അതുപോലെ തന്നെ കുറച്ച് വറുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ ഒരു ബക്കറ്റിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറുതും കൂടി എടുത്തു കേട്ടോ. ഞങ്ങൾക്ക് വെറുതെ കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഈ പച്ചക്കൊള്ളി. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണം കൂടെ എടുത്ത് കഴുകി വൃത്തിയാക്കി അമ്മ 2 പീസാക്കിയിട്ട് ഞങ്ങൾ 2 പേരും കൂടി ഇന്ന് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.